ഇന്ന് രാവിലെ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മോനൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് പുതിയതായിട്ട് നമ്മുടെ മുത്തൂറ്റ് ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് തുടങ്ങിയ മഞ്ഞൾ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് പോണത്. എന്നോട് കുറേ പേരിങ്ങനെ കോഴഞ്ചേരിയിൽ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കോഴഞ്ചേരിയിൽ ഞങ്ങളുടെ വീട് നെടുമ്പ്രയാറാണ് കേട്ടോ. നെടുമ്പ്രയാറിൽ നിന്ന് ചെറിയറമ്പിലേക്ക് പോകുന്ന വഴിയാണ്. അവിടുന്ന് നേരെ വന്നത് ഞാൻ മീൻ വാങ്ങിക്കാനായിട്ടായിരുന്നു. മീനൊക്കെ വാങ്ങിച്ച് ചട്ടിയിലാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറാട്ടയും പിന്നെ വെജിറ്റബിൾ കുറുമയും പിന്നെ എഗ് റോസ്റ്റുമാണ് വാങ്ങിച്ചത്. ഒരു കറിയും കാശിന് കൊള്ളൂലായിരുന്നു കേട്ടോ, സത്യം പറയാമല്ലോ. എനിക്കാണെങ്കിൽ ഈ ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ മാത്രമേ ഞാൻ ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ. കഴിവതും എല്ലാ ഫുഡും വീട്ടിലുണ്ടാക്കി കൊടുക്കാറുണ്ട് മോനെ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊക്കെയായിരുന്നു. ഇപ്പം നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ അടുക്കളയിലേക്ക് വന്നു. ഇന്ന് പ്രോൺസും ഞാൻ എന്തോ ഒരു മീൻ കേട്ടോ, പാരയാണെന്ന് തോന്നുന്നു കേട്ടോ, പാരയുമാണ് വാങ്ങിച്ചത്. രണ്ടും ഫ്രൈ ചെയ്യാനേ കൊള്ളുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രോൺസ് മോന് വേണ്ടിയാണ് വാങ്ങിച്ചത്. അവൻ ഫ്രൈ ചെയ്ത് മാത്രമേ കൂട്ടത്തുള്ളൂ. അപ്പോൾ അതിന് രണ്ടിനും കൂടെ ഒരു മസാലയാണ് റെഡിയാക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ഉപ്പും കുറച്ച് ഉലുവാപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2 മീനിലേക്കും അരച്ചു പുരട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാ മീനും കൂടി എടുക്കാത്തത് കൊണ്ട് കുറച്ച് പ്രോൺസും കുറച്ച് മറ്റേ മീനും കൂടി എടുത്ത് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി. അപ്പോൾ ഇന്നത്തേനുള്ള മീൻ മാത്രം ഒന്ന് പൊരിച്ചെടുക്കാം. ഞങ്ങൾക്കിവിടെ മീനോ ഇറച്ചിയോ എന്തുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു തോരനോ മെഴുക്കോട്ടിയോ വേണം. അപ്പോൾ കുറച്ച് കോവയ്ക്കയും കുറച്ച് ക്യാരറ്റും ഉണ്ടായിരുന്നു. അത് ഞാനൊന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്ത് തോരൻ വെക്കാനായിട്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അതിനിടയിൽ മമ്മി കുറച്ച് പേരയ്ക്ക കട്ട് ചെയ്തുകൊണ്ട് തന്നായിരുന്നു കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കഴിവതും ഈ തോരൻ അങ്ങനെ മെഴുക്കുരുട്ടിയൊക്കെ ഉണ്ടാകുമ്പം ആ ഉണ്ടാക്കി വെക്കുന്ന പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാറുണ്ട്. പിന്നെ ഞാൻ മീനും പിന്നെ പ്രോൺസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്തേക്ക് പോയി. അപ്പോൾ മമ്മി പറഞ്ഞായിരുന്നു തെങ്ങിനിടാനായിട്ട് കല്ലുപ്പ് വാങ്ങിച്ചിട്ട് വരണമെന്ന്. അപ്പം അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കത്തെ ഞങ്ങളുടെ ലഞ്ചിനാണെങ്കിൽ മീൻ വറുത്തതും തോരനും പിന്നെ ഇന്നലെ വറുത്ത കുറച്ചാണെങ്കിൽ സ്രാവ് ഇരിപ്പുണ്ടായിരുന്നു, ഉണക്ക സ്രാവ്. അതും കൂടെ കൂട്ടിയായിരുന്നു കഴിച്ചത്. ഊണും കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയി ഉച്ചയ്ക്കത്തെ പാല് വാങ്ങാനായിട്ട്. അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞായിരുന്നു നിങ്ങളോട്, ഞാൻ മിൽമ സൊസൈറ്റിയിൽ നിന്നാണ് പാല് വാങ്ങുന്നത്. അപ്പോൾ കറക്റ്റ് 3:30 ചെന്നാൽ മാത്രമേ പാല് കിട്ടത്തുള്ളൂ. അങ്ങനെ പാലും വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വന്ന്. ഇപ്പോഴാണെങ്കിൽ പാലാണെങ്കിൽ വളരെ കുറവാണ് സൊസൈറ്റിയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 1 ലിറ്റർ പാലേ കിട്ടിയുള്ളൂ. സാധാരണ ഞാൻ 3 ലിറ്റർ പാലാണ് വാങ്ങുന്നത്. അങ്ങനെ പാൽ ഒഴിച്ചിട്ട് അത് കൈയോട് കൈ തിളപ്പിച്ചും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണി ഇതൊക്കെയായിരുന്നേ.